സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ബുധനാഴ്ച വൈകുന്നേരം കൂടെ നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് നന്ദി പറയാം. വളരെ ആഗ്രഹത്തോടെ കടന്നു വന്ന നിങ്ങളെ ഏവരെയും ഓർത്ത് വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം വിളിച്ചവരിൽ ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയും സ്ഥിരതയുമാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കണം, ഒപ്പം നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഫലമുണ്ടാകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്ക് 1-2 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല. നമ്മൾ നിരന്തരമായി ഫലം കായ്ക്കണം, സ്ഥിരമായി ഫലം കായ്ക്കണം. ഇത് തന്നെയാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കടന്നു വന്ന നിങ്ങളെ ദൈവം ധാരാളമായിട്ട് നിത്യതയിൽ പ്രതിഫലത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മനുഷ്യരെല്ലാവരും പാപികളാണെന്നും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലായി എന്ന് തെളിയിച്ചു. തുടർന്ന് 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 25 വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം കൃപയാൽ രക്ഷിക്കപ്പെടുന്നതിനെ, നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 25 വരെയുള്ള ഭാഗത്ത് നാം ചിന്തിച്ചത്. അതിന്റെ അവസാനം നമ്മൾ കണ്ടു, രക്ഷ കർമ്മമാർഗത്താലല്ല, മനുഷ്യന്റെ പ്രവൃത്തിയാലോ അല്ല നമുക്ക് നീതീകരണം അല്ലെങ്കിൽ രക്ഷ സാധ്യമാകുന്നത്, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാലാണ് എന്നുള്ളത് പഴയ നിയമ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്താൽ പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി അപ്പോസ്തലൻ തെളിയിക്കുകയായിരുന്നു 4-ാം അധ്യായം മുഴുവനിലൂടെ. ഓക്കെ, തുടർന്ന് നാം 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ ഈ 11 വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ള സമയമില്ല. 1-2 വാക്യങ്ങൾ നമുക്ക് മാത്രമേ ഒന്ന് ചിന്തിക്കാം, കാരണം അല്പ ആഴ്ചകൾ നമ്മൾ ഈ ഭാഗത്ത് നിൽക്കേണ്ടതുണ്ട്. ഇവിടെ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിന്റെ ഫലം എന്താണ്, നാം എങ്ങനെയാണ് ഈ നീതീകരണത്തിന്റെ ഫലം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നീതീകരണത്തിന്റെ ഫലമായി നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ ഉള്ള ഭാഗത്ത് കാണുന്നത്. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിലൂടെ ദൈവം അവന് നൽകുന്ന ഫലങ്ങൾ, നന്മകൾ. ഉടനെ നമ്മുടെ ചിന്തയിലേക്ക് ചില നന്മകളുടെ ലിസ്റ്റ് കടന്നു വരുവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നീതീകരണത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് ചിന്തിക്കാം. ആരെങ്കിലും ഒരാള് ഒന്ന് ഉറക്കെ 5-ാം അധ്യായം, റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു.
നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നതിന് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുല്യമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് പറഞ്ഞു തുടങ്ങുന്നത്, ദൈവം തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്ത് നമുക്ക് തുറന്ന നീതി അല്ലെങ്കിൽ നീതിയുടെ വഴി, ആ പുതിയ വഴി, രക്ഷയുടെ വഴി നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ മാത്രം ഉള്ള ഒന്നായിട്ടല്ല അപ്പോസ്തലനോട് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നിത്യതയിൽ കർത്താവിനോടൊത്ത് സ്വർഗത്തിലായിരിക്കണം. ഹല്ലേലൂയ. അതിനു മുൻപ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഫലമായി നാം അനുഭവിക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഒരു പാപി ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട, അനുഭവിക്കേണ്ടുന്ന ചില ഫലങ്ങളെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുന്നത്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ. നമ്മൾ ആ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാൽ, therefore being justified by faith we have peace with God through our Lord Jesus Christ. ഇംഗ്ലീഷിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ ഒരു വാക്കുണ്ട് അവിടെ, therefore, ആകയാൽ. അത് മലയാളത്തിൽ നമുക്ക് കാണത്തില്ല. അതായത് അപ്പോസ്തലൻ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആകയാൽ, therefore, 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-ാം അധ്യായത്തിന്റെ 25 വരെ പറഞ്ഞു വന്ന മുൻ പറഞ്ഞ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ, അതാണ് അവിടെ therefore എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഫലമായിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ, രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ ഫലമാ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോടുള്ള സമാധാനമാ രക്ഷിക്കപ്പെടുന്നതിലൂടെ, വീണ്ടും ജനിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം. ഇതാരാ പറയുന്നറിയോ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട, അനേക സഭകൾ സ്ഥാപിച്ച, അനേക മിഷണറി യാത്രകൾ ചെയ്ത, അനേകരെ ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവന്ന, ഒരുപാട് ദൈവിക ദർശനം കണ്ട, ഒരുപാട് പ്രവചനങ്ങൾ ദൈവം തന്നോട് സംസാരിച്ച അനുഭവമുള്ള ഒരു 2-ാം നിര ശുശ്രൂഷകന്മാരെ വാർത്തെടുത്ത ഒരു നല്ല ടീച്ചറായ, നല്ല ശുശ്രൂഷകനായ, നല്ല മെന്ററായ, ശ്രേഷ്ഠ അപ്പസ്തോലനായ സെയിന്റ് പോൾ പറയുക, സുവിശേഷത്തിന്റെ വാതിൽ അപ്പസ്തോലൻ ഒരു പാപിയുടെ മുൻപിൽ തുറക്കുമ്പോൾ ആദ്യം അവനോട് പറയുന്നത്, എന്താ നിനക്ക് ഇതിലൂടെ ലഭിക്കുന്നത്? ദൈവവുമായിട്ടുള്ള, അൺലൈക്ക്
ഇന്നത്തെ നമ്മുടെ സോ കോൾഡ് പ്രീച്ചേഴ്സിനെ പോലെയാണ് അല്ലെ? നമ്മൾ ഇന്ന് കേൾക്കുന്നത് എന്താ ബ്രദറെ? ഈ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വന്നാൽ, അല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്നാൽ നിന്റെ കാര്യങ്ങൾ ശരിയാകും, നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, നിന്റെ അസുഖത്തിന് വിടുതൽ ലഭിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം. അങ്ങനെയൊന്നും അല്ല അപ്പസ്തലൻ പറയുന്നത്. അതെല്ലാം സെക്കൻഡറിയാ. നമ്മുടെ പ്രൈം പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാ ആദ്യ അനുഗ്രഹമായിട്ട് 5:1 പറയുന്നത്. ദൈവത്തോട് സമാധാനമുണ്ട്. എന്റെ പ്രിയരെ, രക്ഷിക്കപ്പെടാതെ വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുക, നിങ്ങൾ ദൈവവുമായി ശത്രുത്വത്തിലാണ്. ഹല്ലേലൂയ. നാം ദൈവവുമായി ശത്രുത്വത്തിലാണ്. അപ്പോ അപ്പോസ്തലൻ പറയുക, ഒന്നാമത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ബന്ധത്തിലേക്ക്, ശത്രുത്വം മാറി ബന്ധത്തിലേക്ക് വരും. കാരണം നിങ്ങൾ ബൈബിള് വായിച്ചു നോക്കുമ്പോൾ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നെങ്ങും പറയുന്നില്ല അല്ലെ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ ഈ വചന പുസ്തകം ഞാനിത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇതെവിടെയെങ്കിലും നമ്മൾ പുതിയ നിയമത്തില് കർത്താവിൽ വിശ്വസിച്ചാൽ യു വിൽ ബി മെറ്റീരിയലി ബ്ലെസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ബിലീവിങ് ക്രൈസ്റ്റ് നമുക്ക് എന്നും കാണാൻ സാധിക്കത്തില്ല. ഇന്ന് വെച്ച് ദൈവം കരുതുന്നില്ല എന്നോ, ദൈവം നടത്തില്ല എന്നോ, ദൈവം നമ്മളെ പുലർത്താനും നടത്തുവാനും കഴിവുള്ളവനാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ അതല്ല അതിന്റെ അനുഗ്രഹം. നീതീകരിക്കപ്പെടുന്ന, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകുന്ന അനുഗ്രഹം, അവൻ ദൈവത്തോടെ സമാധാനമുണ്ട്. ഈ സുവിശേഷത്തിന്റെ വാതിൽ അപ്പോസ്തലൻ തുറക്കുമ്പോൾ നിന്റെ പട്ടിണി മാറുമെന്നോ നിനക്ക് വിസ കിട്ടുമെന്നോ അങ്ങനെയൊന്നും അല്ല അപ്പോസ്തലൻ ഇതിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയും, ആദ്യം സംഭവിക്കുന്നത് സമാധാനം. ദൈവവുമായിട്ടുള്ള, പാപം ചെയ്ത് ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. എന്റെ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ വേറൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കയറണം പ്രിയരെ. നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക്. കാരണം നമ്മൾ ഇത് ചിന്തിക്കും എപ്പോഴാണെന്നറിയോ? നമ്മുടെ നാളുകൾ എണ്ണുവാൻ പോകുന്നു എന്നുള്ള ഒരു ബോധ്യം വരുമ്പോൾ. ഈ ICU എന്ന് പറയുന്നതിനെ കുറിച്ച് ഏതൊരു അച്ഛൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ICU അവിടെ കിടന്നാണ് നമ്മൾ സയന്റിഫിക്കലി ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയും. പക്ഷെ അവിടെ ആ അച്ഛൻ അതിനെയൊന്നും മാറ്റി ICU. കർത്താവേ, ഞാൻ നിന്നെ കാണുന്നു. ആ സമയത്തേക്ക് വരും. കാരണം നമുക്ക് ഇനി ഇവിടത്തേക്കുള്ള ഹോപ്പ് ഒന്നും ഇല്ലെന്ന് കാണുമ്പോൾ ഇനിയുള്ള, എന്റെ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ആരോഗ്യത്തോടെയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടായ ദൈവത്തിന് നന്ദി പറയുക, ഞാൻ ദൈവവുമായിട്ട് സമാധാനത്തിലായി. ഇത് അനുഭവിക്കുന്നവർക്കുണ്ടല്ലോ, അവർക്ക് മരണഭയം ഇല്ല. അവർക്ക് ഈ ഒരു സമാധാനത്തിലാണെങ്കിൽ ഏത് നിമിഷവും ഈ ലോകത്തിൽ നിന്ന് പോകാനായിട്ട് അവർ ഉറപ്പാ. കാരണം അവർക്ക് ഉറപ്പാ ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. ഹല്ലേലൂയ. 5-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ നമ്മുടെ പ്രസംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാ എന്റെ പ്രിയരെ. ഞാൻ ഇതാ ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാൽവരി എന്തിനാ? കാൽവരി ദൈവവുമായിട്ട് എനിക്ക് നിരപ്പ് വരുത്തുന്ന ശുശ്രൂഷയാ കാൽവരിയിൽ നടന്നത്. ദൈവവുമായിട്ടുള്ള എന്റെ നിരപ്പ്, ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തിനുള്ള പരിഹാരമാണ്. അതാണ് അതിന്റെ പ്രൈം ഇമ്പോർട്ടൻസ് പ്രിയരെ. കാൽവരിയെ ബേസ് ചെയ്ത് നമ്മൾ വേറെന്ത് സംസാരിച്ചാലും അതൊന്നിനും അല്ല കാൽവരി. ഹല്ലേലൂയ.
ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധത്തിലേക്ക് കടന്നു വരും. 1-2 വാക്യങ്ങളുടെ അതിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം 22-ാം വാക്യം. ദുഷ്ടന്മാർക്ക് എന്തില്ല എന്ന് പറയുന്നത്? സമാധാനമില്ല. ദുഷ്ടന്മാരും ദൈവവുമായിട്ട്, നമ്മൾ ഈ ദുഷ്ടന്മാരെന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ആരാന്നറിയോ? വലിയ ക്രൂരതയും ദുഷ്ടതയും ഒക്കെ ചെയ്യുന്നവരാ. അതല്ല, ദൈവവുമായിട്ട് സമാധാനമില്ല, ദൈവവുമായിട്ട് നിരപ്പ് വരാത്തവരെ ദുഷ്ടന്മാർ. അവർക്ക് സമാധാനമില്ല. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിന്റെ പ്രവചനം തന്നെ 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 32-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാല്. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായി. നീതി പ്രവൃത്തി എവിടെയാ നടന്നത് എന്റെ പ്രിയരെ? കാൽവരിയിലാ നീതി പ്രവൃത്തി നടന്നത്. ഈ നീതി പ്രവൃത്തിയുടെ ഫലം എന്തൊക്കെയാന്ന് പറഞ്ഞിരിക്കുന്നത്? സമാധാനം, ശാശ്വത വിശ്രമം, നിർഭയത. ഉണ്ടോ നമ്മളിൽ ഇത്? നമ്മളിലുണ്ടോ ഇത്? ഞാനിത് പറയുമ്പോൾ ഉടനെ ഒരു ഫൈൻ മോർണിംഗ്, ഫൈൻ ഓവർനൈറ്റ് നമ്മളിൽ ഉണ്ടായി വരേണ്ടതല്ല. നമ്മള് ക്രിസ്തുബോധത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ ഉണ്ടായി വരുന്ന ഫലമാസമാധാനം. സകല പ്രശ്നങ്ങളുടെ നടുവിലും നമുക്കൊരു സമാധാനം അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തോട് സമാധാനമുണ്ട്, ഒപ്പം നമുക്ക് സകലത്തിലും ഒരു സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവമക്കളുടെ ഒരു പ്രത്യേകതയെ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കേട്ടോ മോളെ, നമ്മുടെ പരീക്ഷയോ അല്ലെങ്കിൽ എക്സാമിന്റെ ഒക്കെ നടുവിൽ എന്റെ ദൈവം എന്നെ നടത്തും, ഞാൻ ദൈവത്തിന്റെ മകളാ, ഞാൻ ദൈവത്തിന്റെ മകനാ, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഹീസ് എ ലിവിങ് ഗാഡ്. ദൈവം ജീവിക്കുന്ന ദൈവമാ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, എന്നെ കാണുന്ന ദൈവമാ എന്ന ബോധ്യം നമ്മുടെ ഉള്ളങ്ങളെല്ലാം അങ്ങ് രജിസ്റ്റേർഡ് ആവണം. ഇതങ്ങ് ഉറച്ചു കഴിയുമ്പോൾ ഇത് ജീവനായി വെളിപ്പെട്ടു വരും. എങ്ങനെയാ ജീവനായിട്ട് വെളിപ്പെട്ടു വരുന്നത്? സകലത്തിന്റെ മേലും നമുക്കൊരു സമാധാനം അനുഭവിക്കാം, വിശ്രാമം അനുഭവിക്കുവാൻ സാധിക്കും, നിർഭയത ഉണ്ടാകും. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഇത് ഉണ്ടായി വരണം. ഫലം ഉണ്ടാക്കുകയല്ല, ഉണ്ടായി വരികയാ. വൃക്ഷത്തിൽ നിന്ന് ഫലം ഉണ്ടായി വരുന്നത് പോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നതാണ് ഈ സമാധാനം. ഹല്ലേലൂയ. സാംസ് 85 അവിടെയും ദാവീദ് അത് തന്നെയാ പറയുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. 85-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചു. എന്ത് രസകരമായ ഒരു ലാംഗ്വേജിൽ അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദയയും വിശ്വസ്തതയും, നീതിയും സമാധാനവും. ഹല്ലേലൂയ. നീതീകരണത്തിന്റെ ഫലമായി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ് സമാധാനം. ഇതാണ് അതിന്റെ ഒരു ഫലം. ദൈവവുമായിട്ടും സമാധാനമുണ്ട് നമുക്ക്, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആ സമാധാനം അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മളെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നോ എന്നൊന്നുമല്ല. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെ എടുത്തു നോക്കിക്കേ, എല്ലാ വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ഒരു കഷ്ടതയുടെ സമയമുണ്ട്. ദാവീദിനെ വിളിച്ച് അഭിഷേക തൈലം വീണിട്ട് എത്ര വർഷം ദാവീദ് ഓടി ശൗലിനെ ഭയന്നു. മറിയയെ വിളിച്ച്, മറിയോട് ദൈവത്തെ വിളിക്കപ്പെട്ടു, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും. പുതിയ നിയമ വിശുദ്ധന്മാര്, അപ്പസ്തോലന്മാരെ നോക്കി, പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, എത്രയോ പ്രാവശ്യം താൻ മരണത്തിലൂടെ
മരണഭയത്തിലൂടെ കടന്നുപോയി, മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. എല്ലാവർക്കും ഒരു 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 കഷ്ടതയുടെ സമയമുണ്ട് പ്രിയരെ. അതുകൊണ്ടാണ് നമ്മള് ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കഷ്ടതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവ മക്കളാണ് എന്ന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലും വചനം വായിക്കുമ്പോഴും മറ്റു ദൈവമക്കളുടെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുമ്പോഴും നമുക്കൊരു കഷ്ടതയുടെ സമയമുണ്ട്. അതിലൂടെയാ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ. അതിന്റെ ഓർഡർ നോക്കിക്കേ, അങ്ങനെയാ. അല്ലാണ്ട് അതില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡ് റോസസ് ആന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ നമ്മൾ മറ്റുള്ളവനെ ഡിസീവ് ചെയ്യുന്നത്? മറ്റുള്ളവരെ വചനത്തെ എന്തിനാ കൂട്ടിക്കളയുന്നത്? ഇതൊരു ക്രൂശിന്റെ വഴിയാണ്. വളരെ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇതൊരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഇതൊരു ഫ്രീ ലൈഫ്. കാരണം ഇവിടെ നമ്മൾ ജീവിക്കുന്നത് നിയമത്തിന്റെ പുറത്തല്ല, എഴുതി വെച്ച നിയമങ്ങളുടെ പുറത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് ഈസി ലൈഫാണ്. അതുകൊണ്ടാണ് നാമധേയ ചർച്ചുകളിൽ പോകുന്നവരുടെ ലൈഫ് വളരെ ഈസിയാണ്. എഴുതി വെച്ച ചില കാര്യങ്ങളുണ്ട്, ഇങ്ങനെ എന്നൊക്കെ ചെയ്യുക. പക്ഷെ ദൈവമക്കളുടെ ജീവിതത്തില് എഴുതി വെച്ച നിയമങ്ങളിലല്ല, നിയമം എഴുതിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. അതെന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. അതെല്ലാവർക്കും റെസ്പോൺസിബിൾ ആയി ഉത്തരവാദിത്വമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവനെ ആ ജീവിതം നയിക്കാൻ പറ്റും. കാരണം ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനില്ല. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റെസ്പോൺസിബിൾ ലൈഫാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു ജീവിതം നയിക്കുമ്പോൾ എൻ്റെ പ്രിയരെ തീർച്ചയായിട്ടും കഷ്ടതയുണ്ട്. നിങ്ങൾ ക്രൂശ് എടുത്തതിന്റെ പിറകെ വരുവിനെന്ന കർത്താവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെയാ പ്രിയരെ. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് നമ്മളോട് മാത്രം, ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് അറിയിക്കുന്നത് അത് ശരിക്കും തെറ്റായി അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കുമല്ലോ ചെയ്യുന്നത്. അങ്ങനെയാ. നിങ്ങള് മിഡീവിയൽ ഏജസിലേക്ക് എടുത്തു നോക്കൂ. ആദ്യ നൂറ്റാണ്ടില് 3, 2, 3, 4, 5 നൂറ്റാണ്ടുകളിലേക്ക് എടുത്തു നോക്കൂ. എല്ലാവരും കഷ്ടതയിലൂടെ കടന്നുപോയാണ് ദൈവം. ഹല്ലേലൂയ. ക്രൂശിലൂടെയാണ് ആ പ്രത്യാശയിലേക്ക് അല്ലെങ്കിൽ ആ ഗ്ലോറിഫിക്കേഷനിലേക്ക് നമ്മൾ വരുന്നത്. അതൊരിക്കലും നാം മറന്നു പോകരുത്. അതാണ് അതിന്റെ വഴി, അതാണ് അതിന്റെ ക്രമം. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ എപ്പോഴും പറയുന്നത്, കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ആദ്യമേ രാവിലെ തുടങ്ങിയപ്പോൾ പാടിയില്ലേ, ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയി മുട്ടം പറക്കി പാസ്റ്റർ പാടിയേക്കുന്ന പാട്ടാണ്. തന്റെ പ്രിയതമയോട് ആ ദേവദാസൻ പറയുക, പട്ടിണി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലും പതറിയിടരുതേ, കണ്ണീരാണെങ്കിലും പതറിയിടരുത്, നമ്മളെ കാക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ട ദേവദാസന് മറ്റൊരു ഒരു പാട്ടുണ്ടല്ലോ, അടലേറും ജീവിത നടുവിൽ. അവരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു പ്രിയ. പിന്നെ നമുക്ക് എവിടെ വെച്ചാ നമുക്കൊരു മാറ്റം വന്നത്? നമുക്ക് എവിടെ വെച്ചാ ഇതിനൊരു ഈ തിരുവഴുത്തുകൾക്ക് ട്വിസ്റ്റ് ഉണ്ടായത് എപ്പോഴാ? ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മളെങ്കിലും നമുക്കും ദൈവസന്നിധിയില് ലോകം എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ പ്രിയരെ, അവരെങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, നമുക്ക് ദൈവവചന അടിസ്ഥാനത്തില് നമുക്ക് കൈവിടപ്പെട്ടു പോകാത്ത രീതിയില് നമ്മൾ ഭയക്കണം കേട്ടോ. കാരണം ദൈവത്തിന്റെ വരവ് എപ്പോ വേണമെങ്കിലും ആദ്യമായിട്ട് ഇത് നമ്മുടെ ഉള്ളങ്ങളിലോട്ടങ്ങ് കയറണം. കർത്താവ് വരും, കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരെ ചേർക്കും, കർത്താവിന്റെ ഒപ്പം നമ്മൾ വസിക്കും. ഇത് ജീവനായിട്ട് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ഒരു വരുള്ളൂ. അതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്കുള്ള. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മൾക്ക് ബലം നൽകട്ടെ, ശക്തി നൽകട്ടെ. അപ്പൊ ഒന്നാമത്, നീതീകരിക്കപ്പെടുന്നതിന്റെ ഫലമായി, വീണ്ടും ജനിക്കുന്നതിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്ന ദൈവവുമായിട്ടുള്ള സമാധാനം, ദൈവവുമായിട്ടുള്ള ആ ബന്ധം. ഹല്ലേലൂയ. രണ്ടാമത്തത്, അതിന്റെ 2-ാം വാക്യം, 5-ന്റെ 2-ാം വാക്യത്തിൽ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. രണ്ടാമത്തത്, നമുക്ക് കൃപയിലേക്കുള്ള ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രവേശനം ലഭിച്ചത്
നീതീകരണത്തിലൂടെയാണ്. പ്രവേശിക്കുവാൻ മാത്രമല്ല, അവിടെ തുടരുവാനും കണ്ടിന്യൂ ചെയ്യുവാനുമുള്ള കൃപയും കൂടെ നമുക്ക് ലഭിച്ചിരിക്കുക, അനുവാദം കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമത്തിലേക്ക് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടായിരുന്ന ദൈവാലയത്തിന്റെ സമാഗമന കൂടാരത്തിലെ ഷെക്കന അല്ലെങ്കിൽ ആ ഗ്ലോറി ഇറങ്ങി വസിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് യഹൂദന് കടക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഒരു വലിയ വിരി അല്ലെങ്കിൽ ഒരു കേർട്ടൻ ഇട്ടത് മറച്ചിരിക്കുകയാണ്. ജാതികൾക്കോ അവർക്ക് പുറത്തുള്ള പ്രാകാരം, അകത്തെ പ്രാകാരമല്ല, പുറത്തുള്ള പ്രാകാരം ഒരു വലിയ മതിൽ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇതാണ് പഴയ നിയമത്തിലെ അവസ്ഥ. ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്താ സംഭവിച്ചത്? 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 45-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 23-ാം അധ്യായം 45-ാമത്തെ വാക്യം. ആ 45-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ദൈവ മന്ദിരത്തിന്റെ തിരശീല ഏകദേശം 6-ാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവ മന്ദിരത്തിന്റെ തിരശീല നടുവേ ചീന്തിപ്പോയി. ഹല്ലേലൂയ. ഒന്നാമത് യഹൂദനും അതിപരിശുദ്ധ സ്ഥലവുമായി വേർപെടുത്തിയിരുന്ന, ബ്ലോക്ക് ചെയ്തിരുന്ന, വേർതിരിച്ചിരുന്ന ആ തിരശീല, ആ വിരി ചീന്തിപ്പോയി കാൽവരിയാകത്താൽ. രണ്ടാമത്തത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാൽ. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിക്കുവാൻ. വേർപാടിന്റെ നടുച്ചുവർ, അതാ ജാതികളുടെ പ്രാകാരവും ദൈവത്തിന്റെ മന്ദിരവും തമ്മിൽ വേർപെടുത്തിയിരുന്ന ആ മതിൽ, വലിയ മതിൽ, നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഈ 2 കാര്യങ്ങളാ കർത്താവിന്റെ കാൽവരി യാഗത്തിലൂടെ നടന്നത്. തിരശീലയും ഹല്ലേലൂയ, നടുച്ചുവറും ഹല്ലേലൂയ. ഇത് രണ്ടും മാറി പ്രിയരെ. പക്ഷെ പഴയ നിയമ ചിന്ത എന്താണെന്നറിയാവോ? പഴയ നിയമ ചിന്ത എന്താ? എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാമത്തെ വാക്യം എന്ന് ഞാൻ നോക്കുന്നു. 12-ന്റെ-18. അടുത്ത വായിച്ചേ ആ ശബ്ദം. അടുത്ത് 20-ാമത്തെ വാക്യം. അതാണ് പഴയ നിയമത്തിന്റെ പ്രമാണം. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം. അതാ പഴയ നിയമത്തിന്റെ പ്രമാണം. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുകയാൽ നോ എൻട്രി. കൃപാസനത്തിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഷെക്കേനയിലേക്ക്, സമാഗമന കൂടാരത്തിന്റെ അടുക്കിലേക്ക് മനുഷ്യൻ എൻട്രി ഇല്ലായിരുന്നു പ്രിയരെ. ഹല്ലേലൂയ. പക്ഷെ കാൽവരിയിൽ തന്റെ ദേഹമെന്ന തിരശീല കീറി നമുക്ക് മുൻപിൽ ഒരു പുതുവഴി ദൈവം തുറന്നു, പുത്രൻ നമുക്ക് തുറന്നു. രണ്ടാമത്തെ ഫലം നമുക്ക് ദൈവസന്നിധിയിലേക്ക്, റോമാലേഖനം 5:2, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു പ്രിയരെ. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക എന്നുള്ളതല്ല, അതിലുപരിയായി പുതിയ നിയമ വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് ദൈവം തന്നെ അവരുടെ ഉള്ളിൽ വസിക്കുകയാണ്. ദൈവം തന്നെ അവരുടെ ഉള്ളിൽ വസിക്കുക. അതുകൊണ്ടാണല്ലോ സമരിയാക്കാരത്തിയോട് പറയുന്നത്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല
സത്യത്തിലും ആത്മാവിലും നിങ്ങൾ ആരാധിക്കുന്ന ഒരു സമയം വരും. ഹല്ലേലൂയ. നമ്മൾ ദൈവാലയത്തിലേക്ക് പോവുകയല്ല, ദൈവാലയവും കൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. കാരണം ദൈവത്തിന്റെ കർത്താവ് പറഞ്ഞ വാക്ക്, കാര്യസ്ഥൻ വരും, നിങ്ങളെ സകല സത്യത്തിന് വഴി നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യാത്മാവിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു റിസോഴ്സ് എന്ന വണ്ണം, ഒരു സപ്പോർട്ട്, ഒരു ഹെൽപ്പർ പോലെ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ജനിച്ചവരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവാ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തി, നമ്മളെ സഹായിച്ച്, നമ്മളെ ബലപ്പെടുത്തി, നമ്മളെ ആ പുത്രന്റെ രൂപത്തോടെ അനുരൂപരാക്കുന്നത്. നാം പുത്രന്റെ രൂപത്തോട് അനുരൂപരാകേണ്ടതിന്. ഹല്ലേലൂയ. പ്രവേശനം ലഭിച്ചുവെന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ ആ മന്ദിരമായി തീർന്നിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ധാരാളമായ പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. ഇതുകൊണ്ടാ നമുക്ക് മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല എന്ന് പറയും. അതുകൊണ്ടാ നമുക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. എന്റെ പ്രിയരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏത് സമയവും കടന്നു വന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാ. അതിനിടയ്ക്ക് ഒരു തടസ്സവും ഇല്ല എന്റെ പ്രിയരെ. നമുക്ക് ഒരു മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. പിന്നെ വല്ലപ്പോഴും വന്നു പോകുന്നവർക്ക് വേണം. ഞാൻ മനസ്സിലായി. ധാരാളമായി കടന്നു ചെല്ലുവാനുള്ള അനുവാദം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച മാത്രം കടന്നു വരികയും പിന്നെ കടന്നു വരാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മീഡിയേറ്റേഴ്സ് വേണ്ടി. ഹല്ലേലൂയ. പണ്ട് കത്തോലിക്ക സഭ പറഞ്ഞിരുന്നത് മറ്റൊരു ഹോമിൽ നമ്മുടെ ഇടയിലുണ്ട്. ആരാ അത്? മറ്റൊരു ഹോമിൽ. പണ്ട് കത്തോലിക്ക സഭ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ, അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നും അങ്ങനെയല്ലേ അല്ലേ? കത്തോലിക്ക സഭ വിശുദ്ധന്മാര്, പുണ്യാളന്മാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അതിന്റെ വേറൊരു രീതിയാ ഇന്ന് വേർപെട്ട സഭകളെ കാണുന്നത്. ചില പ്രവാചകന്മാർ വന്ന് പ്രാർത്ഥിച്ചെങ്കിലേ ശരിയാവും. അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നതെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ കൊണ്ട് എന്തു ചെയ്യാനും മടിയാതെ ഇങ്ങനെ നിൽക്കുകയാ ദൈവമക്കൾ. ഹല്ലേലൂയ. ഇതിങ്ങനെ അവര് കണ്ടമാനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടിരിക്കുക. നമ്മൾ നമ്മുടെ ചിന്താഗതി അവർക്കേ ഉള്ളൂ ആക്സസ്. അവര് നമുക്ക് വേണ്ടി പ്രാപിച്ചിങ്ങ തരും, നമ്മളോട് പറയും. അങ്ങനെയല്ല എന്റെ പ്രിയരെ. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള പ്രാഗൽഭ്യം കർത്താവ് കാൽവരിയിൽ നമുക്കായി തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ നിലയിൽ നമ്മളെ പറ്റിക്കുന്നവരെ കുറിച്ച് ഓർത്ത്. എന്റെ പ്രിയരെ, എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇവരൊക്കെ പിശാചിന്റെ ഏജന്റുമാരാണ്. പ്രവചനമില്ലെന്നോ പ്രവാചകന്മാരില്ലോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവം അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ അയക്കും. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് അല്ലേ? ദാവീദിനെ സ്നേഹിച്ച ദൈവം നാഥാനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ചില്ലേ? നാഥാൻ ദാവീദിന്റെ അടുക്കൽ ചെന്നില്ലായിരുന്നെങ്കിൽ ദാവീദ് തന്റെ പാപത്തിൽ മരിച്ചേനെ. ദൈവം അങ്ങനെ വിടാൻ അവനെ അനുവദിച്ചില്ല. നാഥാനെ അയച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദൈവം ദാവീദിനെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കൃപായുഗത്തിൽ തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെയും നിങ്ങളെയും ദൈവം അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായത്. എങ്ങനെയാ പൂർത്തി വരുത്തുന്നത്? നമ്മളെ വിട്ട് കളയുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ അവന്റെ വിശ്വസ്തത, അവന്റെ കൃപ എന്റെ പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നമുക്ക് പുകഴാനായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ കർത്താവ് എങ്ങനെയാ അത് നമുക്കായി തുറന്നു എന്ന് പറയുന്നത്. 10-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 10-ന്റെ 19 മുതൽ, അതുകൊണ്ട് സഹോദരന്മാരെ
ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രചരിപ്പിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപ്രഭുവിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീക്കുമാറും ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്യുവാൻ വിശ്വസ്തനല്ലേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മൾ ദേഹമെന്ന് കർത്താവ് തന്റെ ദേഹമെന്ന് തിരശ്ശീല കീറി നമുക്ക് ആ ഒരു പുതിയ വഴി ദൈവം തുറന്നിരിക്കുക. എന്റെ പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് കയറി ചെല്ലുവാനായിട്ട് സ്വലം പറയുക. രക്ഷിക്കപ്പെട്ട പ്രിയരെ, രക്ഷിക്കപ്പെട്ട റോമിലെ വിശുദ്ധന്മാരെ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കയറി ചെല്ലുവാനായിട്ട് സാധിക്കും. പിന്നീട് പറയുക, അതിന്റെ അടുത്ത ഭാഗത്ത് പറയുക, ആ കയറി ചെല്ലുക മാത്രമല്ല അവിടെ നിലനിൽപ്പാനും കഴിയും. നാം നിൽക്കുന്ന എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ ഒക്കേഷണലി ചെല്ലുവാൻ മാത്രമല്ല, വല്ലപ്പോഴും ചെല്ലുവാൻ മാത്രമല്ല, നമുക്ക് സ്ഥിരമായി അവിടെ റിമെയിൻ ചെയ്യാനായിട്ട്, വസിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അത് ഒരു വാക്യം 1 പത്രോസിന്റെ ലേഖനം 5:12 വായിക്കുമ്പോൾ അല്പം കൂടി അതൊന്ന് ക്ലിയർ ആവും. 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സൂക്ഷിച്ചും കൊണ്ട്, സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തവർണ്ണം തിരുവഴുത്തിൽ നിരൂപിക്കുന്ന സിൽവാനോസ്. നിങ്ങൾ നിൽക്കുന്ന സത്യകൃപയിൽ. നമ്മൾ കയറി ചെല്ലുക മാത്രമല്ല, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഈ കൃപയിലാ നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ പണ്ട് പഴയ വിശുദ്ധന്മാർക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ ആലയത്തിൽ വസിപ്പാനും. ദൈവത്തിന്റെ ആത്മാവ് വരും പോകും. പഴയ വിശുദ്ധന്മാരുടെ ആഗ്രഹം എന്താണ്? എപ്പോഴും അവിടെ ആലയത്തിൽ വസിക്കണം. അതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അവർക്ക് സാധിച്ചിട്ടില്ല. 42-ാം സങ്കീർത്തന ഭാഗത്തൊക്കെ അതല്ലേ കാണുന്നത് അല്ലേ? 42-ാമത്തെ സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇതാണ് അവരുടെ ആഗ്രഹം, ഇതാണ് അവരുടെ തേഴ്സ്റ്റ്. മാൻ നീർത്തോടുകളിലേക്ക്. നമുക്കിന്ന് ഇതെല്ലാം അവൈലബിൾ, പക്ഷെ നമുക്ക് ആഗ്രഹമില്ല ഈ മാൻ നീർത്തോടുകളിൽ ചെല്ലുവാൻ ആവശ്യിക്കുന്നത്. ഈ മാനിനെ വേട്ടയാടാനായിട്ട് ഓടിച്ചോടിച്ച്, മൃഗം ഓടിച്ചോടിച്ച് തളർന്ന് ഒരു വിധത്തിൽ രക്ഷിക്കപ്പെട്ട് അന്നേരം ഉണ്ടാകുന്ന ആ തേഴ്സ്റ്റ് ഇല്ലേ, അങ്ങനെ ഞാനൊരു ഒരു എക്സ്പ്ലനേഷൻ വായിച്ചതാ. അങ്ങനെ ആ തേഴ്സിനെ പ്രചോദനം. എങ്ങനെയെങ്കിലും വെള്ളം കുടിച്ചാൽ കിട്ടും, ദാഹം മാറ്റും. ആ ഇന്റൻസിറ്റിയിലാണ് അപ്പൊ ദാവീദ് അവിടെ ആ സങ്കീർത്തനത്തിലൂടെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. ഹല്ലേലൂയ. അവരത്ര ആഗ്രഹിച്ചിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നിരന്തരമായി കടന്നു ചെല്ലുവാനും, ഹല്ലേലൂയ, ദൈവസന്നിധിയിലായിരിക്കാനൊക്കെ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയരെ, നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അടുക്കളയിലാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും പണ്ട് നമുക്ക് അങ്ങനെയില്ലായിരുന്നു, പ്രാർത്ഥിക്കണമെങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും. അതാ നമുക്ക് 24/7 നമുക്ക് ആ റിലേഷൻഷിപ്പിലായിരിക്കാൻ സാധിക്കും. അത് നമുക്ക് വീണ്ടും ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഗൽഭ്യമായ എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് നമുക്കിതെല്ലാം നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് നമുക്ക് പണ്ട് ഞാൻ ഓർക്കുമായിരുന്നു, പണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർക്ക് അവർക്ക് നമ്മളെക്കാളും വെളിച്ചമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇതിന്റെ ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന്റെ ഒക്കെ പുറകെ പോകുന്നു. പക്ഷെ അവർക്ക്, അതുകൊണ്ടാ അപ്പോസ്തലൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ അവന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുക. അതുകൊണ്ട് എന്നെ വേർപെടുത്താൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ ഇന്നത്തെ കൂട്ടായ്മ അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത് എൻ്റെ പ്രിയരെ. ദൈവവുമായിട്ട് നമുക്ക് സമാധാനമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നോട്ടെ, ഞാൻ എന്ത് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കോട്ടെ, എന്നെ ജീവിപ്പാൻ അനുവദിക്കുന്ന പ്രത്യാശ എനിക്ക് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. ദൈവവുമായിട്ട് എനിക്ക് സമാധാനം.
ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടായിരിക്കണം. പേര് രണ്ടാമത്, എനിക്ക് ദൈവസന്നിധിയിലേക്ക് എപ്പോഴും കടന്നു ചെല്ലുവാനായിട്ടുള്ള പ്രാഗൽഭ്യം ലഭിച്ചു. അവിടെ നിലനിൽപ്പാനായിട്ട്, കടന്നു ചെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരാനല്ല, നിരന്തരം എനിക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. വേറൊന്നുമല്ല അപ്പോസ്തലൻ പറയുന്നത്. ഈ നീതീകരണത്തിലൂടെ എനിക്കും ഇതാ നിങ്ങളോട് പറയാനുള്ളത്. ഇതാ നമുക്ക് ദൈവം നൽകുന്ന രക്ഷയുടെ ഫലം. ഇതല്ലേ വേണ്ടത്. ഇതില്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഇതില്ലാതെ എനിക്ക് എന്തുണ്ടായിട്ട് എനിക്ക് എന്ത് കാര്യം? ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്കൊരു